കുക്കിംഗ് വീഡിയോ ആണ്. ഇതെന്താ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇതിന് നമുക്ക് ആകെ ആവശ്യമുള്ളത് എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റ്. നമ്മളിവിടെ എടുത്തത് ഹൈഡ് ആൻഡ് സീക്കാണ്. പിന്നെ കുറച്ച് പാല്, ബൂസ്റ്റ്, സേമിയ, പിന്നെ ഇത്തിരി ഉപ്പും. ഇത്രയാണ് ആവശ്യം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സേമിയ വറുത്തിട്ട് സേമിയ പാലിലിട്ട് വേവിച്ചെടുക്കുക. ഇനി ഇൻ കേസ് പാല് സേമിയ വേവാനുള്ളതില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാലും മതി. പാലിൻ്റെ കൂടെ ഒപ്പിക്കലാണ്, നമ്മളങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഇതിവിടെ നിന്ന് വേവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, ബിസ്ക്കറ്റ് പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ക്രീം മാറ്റി വെച്ചു. എന്നിട്ട് ബിസ്ക്കറ്റ് ഒരു പാത്രത്തിൽ അടുക്കി വെച്ചിട്ട് അതിൽ പാലൊഴിച്ചിട്ട് ബിസ്ക്കറ്റ് കുതിർത്ത പോലെ ആക്കി. എന്നിട്ട് അതിൻ്റെ മണ്ടയിലേക്ക് ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ സേമിയേൻ്റെ മിക്സ് ഇട്ടു. ഈ സേമിയേൻ്റെ മിക്സിൽ ആകെ ഉള്ളത് പാല്, സേമിയ, ഉപ്പ്, കുറച്ച് പഞ്ചസാര, ആവശ്യത്തിന് പഞ്ചസാര. എന്നിട്ട് അതിട്ട് നിരത്തിയിട്ട് അതിൻ്റെ മേലെ നമ്മൾ ആ ബിസ്ക്കറ്റിൻ്റെ ആ ക്രീം ഉണ്ടല്ലോ, അത് നമ്മൾ പാലിലൊഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, മെൽറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിട്ടു. അത് കഴിഞ്ഞിട്ട് വീണ്ടും സേമിയേൻ്റെ ആ ഒരു മിക്സ് ഇട്ടിട്ട് നിരത്തി വെച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ നമ്മൾ ബൂസ്റ്റ് ഇട്ട് മൊത്തം ഫില്ലാക്കി ഒരു 1.5 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അത് റെഡി ആയിട്ട് കിട്ടി കേട്ടോ. നല്ല രീതിക്ക് തന്നെ മുറിച്ചെടുക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ബിസ്ക്കറ്റ് പണി തന്നു ഗൈസ്. അപ്പോൾ ബിസ്ക്കറ്റ് അതിൻ്റെ കൂടെ ആവശ്യമില്ലാത്തൊരു സാധനമായിരുന്നു. പിന്നെ ഇവളും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ കുക്കിങ്ങിന്. ഈ സാധനം ഉണ്ടാക്കി ഗൈസ്. ഇത് ലെയറായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആകെ ഒരു കുഴപ്പമുള്ളൂ, ഉള്ളിലിരിക്കുന്ന ബിസ്ക്കറ്റ് അലുത്ത് മറ്റേ ക്രീം പോലെ ഇരിപ്പുണ്ട്. കൊള്ളാമോ? വലിയ കുഴപ്പമില്ല. ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ബാക്കി വന്നായിരുന്നു. അതായത് സേമിയയും പാലും പഞ്ചസാര ഇട്ട ആ ഡ്രൈ ആയിട്ടുള്ള ആ മിക്സ് കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ തന്നെ എടുത്ത് തിന്നിട്ടുണ്ടായിരുന്നു. അത് ഇതിലും ബെറ്റർ ആയിരുന്നു എന്നാണ് തോന്നുന്നത്. കുഴപ്പമില്ല, ഒപ്പിക്കാം. പിന്നെ ചില സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന കാര്യം പാളിപ്പോവും ഗൈസ്. നമുക്ക് എല്ലാം അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് എപ്പോഴും കിട്ടൂലല്ലോ. ഇതിലാകെ ഒരു കുറവെന്താന്ന് വെച്ചാൽ ആ ബിസ്ക്കറ്റിൻ്റെ ആണോ ബൂസ്റ്റിൻ്റെ ആണോ എന്നറിയില്ല, എന്തോ ഒരു കുറവ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പാൽപ്പൊടി ഇട്ടാൽ മതിയായിരുന്നു തോന്നുന്നു.